സമ്മറി ഓഫ് മാത്യു 5. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ രത്ന ചുരുക്കം. മത്തായിയുടെ സുവിശേഷത്തെക്കുറിച്ചാണ് ഇത്ര ദിവസങ്ങളിൽ അതിൽ 5-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് ഏകദേശം 10 വരെയുള്ള വാക്യങ്ങളാണ് എടുത്തുകൊണ്ടേയിരുന്നത്. അത് കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ തുടക്കമാണ്. പലരും പറയുന്ന യേശുക്രിസ്തു ഇത് ഒരു ദിവസം കൊണ്ടല്ല പറഞ്ഞത്, പല പ്രാവശ്യമായിട്ട് പറഞ്ഞത് കോഡിഫൈ, അതായത് ഒന്നിച്ചാക്കിയിട്ട് ഈ മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് പോസിബിൾ. കാരണം ഇത്രയും കാര്യങ്ങൾ മത്തായിയുടെ സുവിശേഷം 5, 6, 7 സകല കാര്യം ചെറിയ ബൈബിൾ പോലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് എല്ലാവർക്കും പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ എളുപ്പമല്ല. പിന്നെ ഒരു മനുഷ്യൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന സമയം 20 മിനിറ്റ് കൂടുതലില്ല. പിന്നെ കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് മനസ്സിലാക്കിയിട്ട് കാര്യം. അതുകൊണ്ട് മസ്റ്റ് ഹാവ് ബീൻ സെഡ് പല പ്രാവശ്യമായിട്ട് പറഞ്ഞായിരിക്കും. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗം പിന്നെ ദൈവത്തിൻ്റെ സ്വർഗരാജ്യം പണിയാൻ വേണ്ടി യേശുക്രിസ്തു വന്നിട്ട് തൻ്റെ ഉദ്ദേശം എന്തെന്ന് മനുഷ്യനെ മനസ്സിലാക്കിച്ചു കൊടുക്കുകയാണ്. ദാഹിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമേ, ആത്മാവിൽ ദരിദ്രരായവൻ മാത്രമേ യേശുവിനെ കാണാൻ ആഗ്രഹിക്കത്തുള്ളൂ. ആ ഒരു സത്യം മനസ്സിലാക്കണം. പിന്നെ ആത്മാവുണ്ടെന്നും ആത്മാവ് പരിശുദ്ധാത്മാവാണെന്നും പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ വേറെ അനന്തകാരത്തിൻ്റെ ആത്മാക്കൾക്കും ഉണ്ട്. ദുഷ്ടാത്മാ അവർ വന്ന് കയറാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. വീഞ്ഞ് ഇരിക്കും തോറും വീഞ്ഞിന് വീര്യം കൂടും. അതാണ് വീഞ്ഞ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വീഞ്ഞുണ്ടാക്കി പുതുവീഞ്ഞ് കാനാവിലെ കല്യാണത്തിന് നമ്മൾ പുതുവീഞ്ഞ് കൊടുത്തിട്ട് രണ്ടാമത് വീഞ്ഞുണ്ടാക്കിയത് പുതിയ വീഞ്ഞാണ് കൊടുത്തതെന്ന് അറിയാമായിരുന്നു. പിന്നെ പുതിയ വീഞ്ഞ് എങ്ങനെയാണ് ഇത്ര വീര്യം വെച്ചതെന്ന് വിരുന്നുകാരി ചോദിക്കുന്നത് കാണാം. അതിൻ്റെ അർത്ഥം വീഞ്ഞ് ഇരിക്കും തോറും വീര്യം വർദ്ധിക്കുക. അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ ആഴത്തിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ ആഴമേറിയ സത്യം നമ്മളെ സ്വതന്ത്രമാക്കും. നമുക്ക് ഡീപ്പാണ്. അപ്പം നമുക്ക് ഈ വചനത്തോടൊരു പ്രത്യേക സന്തോഷം വരും. ഈ വചനമില്ലാതെ ജീവിക്കാനൊക്കത്തില്ല. ഈ സന്യാസിമാരൊക്കെ പഴയ കാലങ്ങളിൽ അവരുടെ വേദങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ യഹൂദൻ തോറ മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കും. അതിനകത്ത് സകലതുമുണ്ട്. നമ്മൾ ഒരു കാലത്ത് നമുക്ക് വേദപുസ്തകത്തിലെല്ലാം അറിയാമായിരുന്നു, കുറച്ചേ അറിയത്തില്ലെങ്കിലും അത് നല്ല ദൃഢമായിട്ടാണ്. ഇപ്പോൾ എല്ലാവർക്കും വേദപുസ്തകമുണ്ട്, ഇഷ്ടം പോലെ നമ്മൾ വചനം കേൾക്കുന്നു. പക്ഷേ ആർക്കും ഈ ഉപരിതലത്തിൽ, അതായത് വെള്ളത്തിൻ്റെ മുകളിൽ വെള്ളം സ്വിം ചെയ്യുന്ന പോലെ ആയി മാറിയിരിക്കുക. ആഴത്തിലോട്ട് ആരും പോകുന്നില്ല. ഒരൊറ്റയൊരുത്തൻ മുത്തിച്ചിപ്പി എടുക്കുന്നുമില്ല. വളരെ ദുഃഖമാണ്. കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ഹേമിക്കട്ടെ. വീഞ്ഞിരിക്കുന്നതിന് വീര്യം കൂടുമ്പോൾ കർത്താവ് നമ്മളോട് പറയുകയാണ്, ഞാനാണ് നിനക്ക് ചുറ്റും മതിലായിട്ട് നിൽക്കുന്നത്. അപ്പച്ചൻ്റെ ഗ്ലോറി. അപ്പോഴത്തേക്ക് നമ്മൾ ഈ വചനത്തിലെ ആശ്രയിക്കുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് ഒരു ഗ്ലോറി അല്ലെങ്കിൽ മഹത്വം ഒരു ചുറ്റും മതിലായിട്ട് വരും. ദൈവത്തിന് സക്രിയായി പറയുന്നു 2:5. അതായത് എനിക്ക് എൻ്റെ ചുറ്റും തീ മതിലും അകത്ത് ദൈവത്തിൻ്റെ മഹത്വവും നിൽക്കുന്നു. അതാണ് നമുക്ക് ചുറ്റും ഒരു തീമതിൽ കിട്ടും. കാരണം ഇപ്പോൾ ഇതിന് ചുറ്റും തീമതിൽ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വചനം പറയാൻ ഒക്കുന്നത്. വചനം പറയണമെങ്കിലും ദൈവം അനുവദിക്കണം. ഒരു പ്ലാറ്റ്ഫോം ദൈവം തരാതെ നമുക്ക് ആർക്കും ദൈവവചനം കാതലായിട്ട് പറയണമെങ്കിൽ അതിനൊരു പ്ലാറ്റ്ഫോം ദൈവം തരണം. അല്ലാതെ പറയാനൊക്കത്തില്ല. ദൈവം ഒരാളെ കേൾപ്പിക്കുന്നത് പോലും അതേത് വിത്ത് എവിടെ വീഴ്പ്പിക്കണം തീരുമാനിക്കുന്ന പോലും ദൈവമാണ്. ഇങ്ങനെ വിത്തുകൾ ഇടാൻ തുടങ്ങിയിട്ട് 14 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. കർത്താവ് അത് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് പഴയ മനുഷ്യനെ ഉരിഞ്ഞ് കളയണം, പുതിയ മനുഷ്യനെ ഉടുക്കണം. പഴയ മനുഷ്യൻ അഴുക്കാന്ന് തോന്നിയാലല്ലേ ഉരിഞ്ഞ് കളയത്തുള്ളൂ. പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ ഒഴിക്കത്തില്ല. പുകയത്ത് വെച്ച തുരുത്തി എന്തിനു കൊള്ളാം? ഉണങ്ങിയിരിക്കുന്നു. അതിനകത്ത് ആരും ഒഴിക്കിച്ച് വെച്ചിട്ട് കാര്യം അത് പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് സ്വർഗരാജ്യം തുടങ്ങുമ്പം കർത്താവ് പുതിയ നിയമങ്ങൾ തന്നെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞവയാണ്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, ഭൂമി അവകാശം. സൗമ്യത എന്ന് പറയുന്ന ഒരു സ്വഭാവം ദൈവം ഇട്ട് തരും. നമ്മൾ കാണിക്കുന്ന സൗമ്യതയൊന്നുമല്ല. ഇൻബോൺ സൗമ്യതയുള്ളവരെ എനിക്കറിയാം. സൗമ്യത ദൈവം തട്ടുന്നതാണ്. ആ സൗമ്യതയുള്ളവർക്ക് ദൈവം ഭൂമി അവകാശം കൊടുക്കും. നീതിക്ക് വേണ്ടി വിശുദ്ധതായിക്കുന്നവർ ഭാഗ്യവാൻ തൃപ്തരാകും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യം ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ നമ്മൾ ദൈവപുത്രന്മാരായി. ഇത്രയും വായിച്ചപ്പോഴത്തേക്ക് കിങ്ഡം ഓഫ് ഹെവൻ, അതായത് സ്വർഗരാജ്യം പണിയുന്ന മക്കളായി മാറി. അതിനാണിത് പഠിപ്പിച്ചത് ദൈവത്തിന്. അപ്പോൾ നമ്മൾ കാല് ചവിട്ടിയായി പലപ്പോഴും നമ്മൾ അബ്രാഹാമിനോട് നിന്ന് നീ എവിടെയെല്ലാം ചവിട്ടുന്നു അതെല്ലാം ഞാൻ നിനക്ക് തരും.
സർവ്വഭൂമിയുടെ ഉടമസ്ഥനാക്കി ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് ഉൽപ്പത്തി പറഞ്ഞിട്ടുണ്ട്. സകലതും സൃഷ്ടിച്ച് അവനെ അടക്കി ഭരിക്കാൻ ദൈവം നമ്മളെ സൃഷ്ടിച്ചെന്ന് ഉൽപ്പത്തി പറയുന്നു. 8-ാം സങ്കീർത്തനത്തിൽ സകലത്തിനെ അടക്കി ഭരിക്കാൻ വീണ്ടും എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സങ്കീർത്തനം 2 പറയുന്നു, ജാതികളെ എന്നോട് ചോദിക്കാൻ ഞാൻ ഭൂമിയുടെ അറ്റം വരെ നിനക്ക് തരാമെന്ന് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 28:28 പറയുന്നുണ്ട്, പോയി അണ്ടു ഓൾ ദ വേൾഡ് ആൻഡ് പ്രീച്ച് ദ ഗുഡ് ന്യൂസ്. എന്താണ്? എവിടെയാണ്? പോകട്ടെ, മതിലുകൾ ഇടിയട്ടെ, കവചങ്ങൾ, കർത്താവിൻ്റെ കുതിര മുൻപോട്ട് പോകട്ടെ. നമ്മൾ വചനം പ്രഘോഷിക്കുക. വചനം പോകട്ടെ, തടസ്സമില്ലാതെ പോട്ടെ. സമുദ്രമധ്യേ പോയിട്ട് സമുദ്രമധ്യേ ഗർജിക്കുന്ന ദൈവശബ്ദം കടന്നു ചെല്ലട്ടെ. കർത്താവ് പറയുന്നത്, കർത്താവിൻ്റെ ആത്മാവ് മാൻപേടകളെ പ്രസവിക്കുമാറാക്കിയത്, കർത്താവിൻ്റെ ആത്മാവ് പിന്നെ കാദേശ് മരുക്കളെ നടുക്കുന്നത്. ഈ ശബ്ദം മുൻപോട്ട് പോട്ടെ. ഇത് ദൂതുമായിട്ട് പോവുകയാണ്. ഇത് വചനം ഒരാൾ പറഞ്ഞാൽ മതി, ബാക്കി ദൈവമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പഴയ മനുഷ്യനിത് മനസ്സിലാകൂല. അപ്പം കർത്താവ് പറയുന്നുണ്ട്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞ് എൻ്റെ ദൈവത്താൽ ഞങ്ങൾ മതിലുകൾ ചാടിക്കയറും. യഹോവ എൻ്റെ ദീപം, യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ എല്ലാ അന്ധകാരവും പോയി. പിന്നെ നമ്മളൊരു യാത്ര, ഒരു ജൈത്രയാത്ര, അതായത് ഒരു വോറിയറായിട്ടൊരു യാത്രയാണ്. അത് എല്ലാ വ്യക്തിക്കും ആത്മാവുള്ളവർക്കുണ്ട്. ഘട്ടം മാറുന്നതേ ഉള്ളൂ. ചിലർ ചെറുപ്പത്തിൽ ചെയ്യും, ചിലർ പ്രായമുള്ളവർ ചെയ്യും. ചിലപ്പം കൊച്ചു പിള്ളേരെ പോലും ഒരു ദൈവം ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കൊച്ചു പിള്ളേർ. കഴിഞ്ഞ ദിവസം ഒരു ഗ്രാൻഡ് മദർ എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, ആൻറ്റി എൻ്റെ കൊച്ചുമോൻ സ്കൂളിൽ പോകുമ്പം ഇതൊക്കെ കേൾക്കണം, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. എന്താ ജീവിതം, സ്മോൾ തിങ്സ് ഷുഡ് മേക്ക് എസ് ഹാപ്പി. അപ്പോൾ ഈ ഗ്രാൻഡ് മദർ പറയാണ്, കൊച്ചുമകൻ അങ്ങോട്ട് സ്കൂളിലോട്ട് പോകുമ്പോൾ ബസ്സേ പോകില്ല. കൊച്ചുമോൻ അങ്ങോട്ട് പോകുമ്പം ബസ്സേ പോകത്തില്ല, ഇങ്ങോട്ട് വരും ബസ്സേ പോകും. ഞാൻ ചോദിച്ചത് അതെന്താ? അവന് 3 വയസ്സ് കഴിഞ്ഞുള്ള കുട്ടിയെക്കുറിച്ച് ഈ പറയുന്നത്. അവൻ അങ്ങോട്ട് പോകുമ്പം പപ്പ കൊണ്ടുപോകണം. അവൻ്റെ പപ്പ പോകുന്ന വഴിക്ക് ഒരു പള്ളിയുണ്ട്, അവിടെ ഇറങ്ങി കാശുമിട്ട്, ചില്ലിക്കാശ് അവിടെ ഇട്ടിട്ട്, ചേഞ്ചായിരിക്കണം ഇട്ടിട്ട്, അവിടെ പ്രാർത്ഥിച്ചിട്ട് യേശുവിനോട് ഞാൻ നാളെയും വന്ന് കാണാമെന്ന് പറഞ്ഞു പോകുമെന്ന്. ബാലനെ എങ്ങനെ നീ പഠിപ്പിക്കുന്നു? ചെറുപ്പത്തിലെ ദൈവത്തിൻ്റെ വിത്തിടുന്നു, അത് സഫലമാകാതിരിക്കും. ഈ തീഷ്ണത നമുക്കുണ്ടോ? ഉണ്ടോ? ആരെയൊക്കെ ആ കുഞ്ഞിൻ്റെ മേലൊക്കെയുള്ള കൃപ എത്ര വലുതായിരുന്നു. ഇവ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇതിന് സദൃശ്യമാക്കി 24:30 പറയുന്നു, ഞാൻ മടിയൻ്റെ കണ്ടത്തിനരികെ ബുദ്ധിഹീനൻ്റെ മുന്തിരിത്തോട്ടത്തിൻ്റെ സമീപം കൊണ്ട് അവിടെ മുള്ളു പടർന്ന് പിടിച്ചിരിക്കുന്നത് അതിൻ്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു. ഇതിൻ്റെ ദൈവത്തിൻ്റെ ആത്മാവില്ലെങ്കിൽ എല്ലാം പണിയുന്നത് വെറുതെയാണ്. അപ്പം കർത്താവിൻ്റെ ആത്മാവ് നമ്മൾ പഠിക്കുകയാണ്. ഈ 30 നമ്മുടെ ഈ വചനം പറയുമ്പോൾ ആദ്യത്തെ 5-നകത്ത് 1-2 സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുന്നു. പിന്നെ 5-ന്റെ 3 തൊട്ട് 4 വരെ, അതായത് ആത്മാവിൽ ദരിദ്രരായവർ, അതായത് എങ്ങനെയാണ് ദൈവരാജ്യം പ്രാപിക്കുന്നത് എന്നുള്ള എഴുതിയിട്ടുണ്ട്. പിന്നെ 7 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ ഗുണങ്ങൾ, ക്വാളിറ്റീസ്, അതാണ് എന്തൊക്കെയാണ്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, ഇത് ദൈവത്തിൻ്റെ ക്വാളിറ്റിയാണ് സ്വർഗരാജ്യത്തിന് വേണ്ടി. പിന്നെ ഈ ക്രിസ്തുവിന് വേണ്ടി ഫോളോ ചെയ്യുന്നവർക്ക് എന്ത് സംഭവിക്കുന്നു 10 തൊട്ട് 12 വരെ. പിന്നെ പറയുന്നത് 11 തൊട്ട് 12 വരെ വീണ്ടും പറയുന്നത് നമ്മൾ കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിച്ചാൽ പേടിക്കേണ്ട, നന്മയ്ക്കായിട്ട് ആണെന്ന് പറയുന്നു. പിന്നെ പറയുന്നത് 13 തൊട്ട് 16 വരെ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ഉപ്പിന് രസമില്ല എന്തിനു കൊള്ളാമെന്ന് പറയുന്നു. പിന്നെ 17 തൊട്ട് 26 പറയുന്നത് നീ കൊല ചെയ്യരുത്, വിദ്വേഷം ഉണ്ടാകരുത്. 17 തൊട്ട് 26 വരെ എന്തൊക്കെ നമ്മൾ ചെയ്യണം ചെയ്യരുത് എന്നുള്ളത് എടുത്ത് വായിക്കുക. അതായത് ന്യായപ്രമാണം നിവർത്തിപ്പാനാണ് കർത്താവ് വന്നിരിക്കുന്നത്. അപ്പച്ചൻ പറയുന്നു നമ്മൾ കൊല ചെയ്യരുത്, ദുഷ്ടത കാണിക്കരുത്, നമ്മുടെ നീതി ദൈവത്തിൻ്റെ മുമ്പിൽ ശോഭിക്കുന്നതായി മാറണം. എന്നിട്ട് പിന്നെ പറയുന്നത് 27 തൊട്ട് 30 വരെയുള്ള വാക്യം എങ്ങനെയാണ് വിശുദ്ധിയായിട്ട് ജീവിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത്. 31 തൊട്ട് 32 വരെ പറയുന്നത്, 31 തൊട്ട് 32 പറയുന്നത് ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ച് അവൾക്ക് ഉപേക്ഷണപത്രം കൊടുക്കട്ടെ എന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പഴയ നിയമത്തിലുള്ള വചനം ഉദ്ധരിച്ച് ചോദിച്ചപ്പോൾ യേശു പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നത് പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിക്കുന്നവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാലും വ്യഭിചാരം ചെയ്യുന്നു.
പറയുന്നു. കർത്താവിൻ്റെ നിയമം സ്ട്രിക്റ്റ് തന്നെയാണ്. ദൈവം യോജിപ്പിച്ചവനെ ദൈവം യോജിപ്പിച്ച് തന്നെ നിർത്തും. വെറുതെ വസ്ത്രം മാറുന്നത് പോലെ എല്ലാ ദിവസവും നമ്മൾ ഓരോ കോടതികളിൽ ഡിവോഴ്സ് എന്നും പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ല. ചിലപ്പം ചില മൂർച്ചയായിട്ടുള്ള സിക്കാം ചില എക്സെപ്ഷൻസ് കർത്താവ് പറയുന്നത് എന്തുവാ, ഒരൊറ്റ വ്യഭിചാരത്തിൻ്റെ അല്ല, അതൊറ്റ കാര്യത്തിൽ വേറൊരു പുരുഷൻ അത് എങ്ങനെയാണ് മരിച്ചവരെ സ്വീകരിക്കുന്ന പോലെ അത്ര ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള റൂളാണ് ദൈവരാജ്യത്തിന് വെച്ചിരിക്കുന്നത്. ആദത്തിനെ അവ്വായം ഉണ്ടാക്കിയപ്പോൾ 2 അവ്വായൊന്നും അവിടെ ദൈവം ഉണ്ടാക്കിയില്ലല്ലോ. അതല്ലേ ബേസിക് ഫണ്ടമെൻ്റൽ. എന്താ അത് ചിന്തിക്കാത്തത്? അപ്പം ഞാനീ പറയുന്നത്, ഇപ്പം ഞാൻ നിയമം പഠിച്ച വ്യക്തിയാണ്, നിയമം ആർഗ്യ ചെയ്ത വ്യക്തിയാണ്. ഇത് ലോകം മാറിപ്പോയി, കല്യാണം വേണ്ട, മക്കൾ വേണ്ട, എൻ്റെ സുഖമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സൃഷ്ടികൾ ഇല്ലാതാകുന്ന ഒരു കാലം. ഒരു തലമുറ മക്കൾ വേണ്ടെന്ന് വിചാരിച്ചാൽ മക്കളില്ല, ഭൂമി നിന്ന് പോകും. ഇപ്പോൾ തന്നെ പോപ്പുലേഷൻ കുറയുകയാണ്, സ്ത്രീകൾക്ക് വിവാഹം വേണ്ട. അപ്പോൾ ദൈവം നിയോഗിച്ചതായ 1-ാം അധ്യായത്തിൽ പറഞ്ഞു മൾട്ടിപ്ലൈ, സന്താന പുഷ്ടിയുള്ള ഭൂമി അടയ്ക്കും. അതിനെ നമ്മളെ സൃഷ്ടിച്ചത്. അപ്പോൾ അതിന് വിപരീതമായിട്ട് നിൽക്കുന്നത് തെറ്റ് എന്ന് പറയാൻ ആരെങ്കിലും വചനാടിസ്ഥാനത്തിൽ പറയണം. അതുകൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. പിന്നെ കർത്താവ് പറയുന്നത് നമ്മൾ കർത്താവിന് വേണ്ടി 33 ഈ 33 തൊട്ട് ഏകദേശം ക്രെഡിബിലിറ്റി, അതായത് നമുക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമുക്കൊരു പൂർണ്ണതയുള്ള സ്വഭാവം ഉണ്ടായിരിക്കണം. പിന്നെ പ്രതികാരം നമുക്കുള്ളതല്ല, നമ്മൾ ശത്രുക്കളെ സ്നേഹിക്കാനാണ് പഠിക്കേണ്ടതെന്ന്. പിന്നെ ശത്രുവിനെ ഇതാണ് ഇത്ര എഴുതിയിരിക്കുന്നത്, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് അവസാനത്തെ വാക്യം ഇങ്ങനെയാണ്, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിക്കും. എന്താണ്? ദൈവം പെർഫെക്റ്റ് ആയിരിക്കുന്നത് പോലെ നമ്മളും പെർഫെക്റ്റാണ്. അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡാണ്. എത്രമാത്രം ഇത് നമുക്ക് ഉൾക്കൊള്ളുമെന്ന് അറിയത്തില്ല, പക്ഷെ കേൾക്കും തോറും നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവനുള്ള ദൈവം, സൽഗുണപൂർണത, പെർഫെക്റ്റാണ്. ദൈവം വിശുദ്ധനാണ്. ദൈവം തൻ്റെ സൃഷ്ടിയെയും അങ്ങനെ തന്നെ വിശുദ്ധിയായിട്ടാണ് സൃഷ്ടിച്ചത്. പിന്നെ പരിശുദ്ധാത്മാവ് മാറിപ്പോയപ്പോഴാണ് നമ്മൾ പാപത്തിൻ്റെ ചിന്തകളിൽ കയറി നേരെ വിപരീതമായിട്ട്, ദൈവം എന്തിനു സൃഷ്ടിച്ചോ അതിന് വിപരീതമായിട്ട് ജീവിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ പുരുഷന്മാരെക്കുറിച്ചേ ഉള്ളായിരുന്നു, ഇപ്പോൾ സ്ത്രീകൾ മുൻപോട്ട് വന്നത് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് വരുന്നെങ്കിലും ദൈവം ഉൽപ്പത്തി 1 പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയെ അടക്കി ഭരിക്കുക. അതാണ് മനുഷ്യനെ സൃഷ്ടിച്ച 1-ാമത്തെ പർപ്പസ്. ദൈവത്തെ അറിയുക, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതിന് മക്കളുണ്ടാകണം. പക്ഷെ മക്കളുണ്ടാകണ്ട എന്ന് സ്ത്രീകൾ ചിന്തിക്കുമ്പോൾ അതൊരു പൂർണ്ണ സ്വാതന്ത്ര്യം, എൻ്റെ ശരീരം എൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് നേരെ ദൈവത്തിൽ നിന്ന് മാറി പിശാചിന് സൈഡ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രവണതയല്ലേ, ഒരു സ്വഭാവമാണ്. അത് വേരോടെ പിച്ചം പറിച്ചു കളഞ്ഞില്ല എങ്കിൽ തലമുറകൾ ഇല്ലാതാകും. അതുകൊണ്ട് കാതലായ സത്യങ്ങൾ മനസ്സിലാക്കി സ്ത്രീകൾക്ക് സ്ത്രീത്വം ഇട്ടുകൊടുത്ത് മാതാവിൻ്റെ ഹൃദയം, അതായത് ഒരു വിശുദ്ധ ഹൃദയം ഇട്ടുകൊടുത്ത് വിശുദ്ധിയോടെ ജീവിപ്പാൻ ഭർത്താവിൻ്റെ ജോലിയും ഭാര്യയുടെ ജോലിയും ചെയ്താൽ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് പരിശുദ്ധാത്മാവ് വരുമ്പം പഠിക്കും. ഭർത്താവിൻ്റെ ജീവിത ലക്ഷ്യം എന്തെന്ന് മനസ്സിലാക്കി ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് നിന്ന് അത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അവിടെ ഒരു സ്വർഗരാജ്യം ഉണ്ടാകും. അതാണ് ദൈവം ഉദ്ദേശിച്ചത്. ഇന്ന് കാലങ്ങളിൽ അത് പറയാൻ പോലും ഒക്കുന്നില്ല. എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? മിക്ക പെൺമക്കൾക്കും മക്കൾ വേണ്ട, വിവാഹം വേണ്ട. അങ്ങനെ എത്രയോ പെൺമക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അവർ വിവാഹം കഴിക്കുന്നത് കാണുന്നു. എന്താന്നേലും സത്യമായിട്ട് പഠിപ്പിക്കാതെ കുറച്ച് പഠിത്തം കോളേജുകളിൽ സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് വല്ലതും മനുഷ്യനാകുന്നുണ്ടോ? ഭർത്താവേ ഇല്ല. മനുഷ്യൻ പിശാചിനായി മാറുന്നു എന്നുള്ളതും തോന്നിക്കുന്നു. അതുകൊണ്ട് നിൻ്റെ സത്യവചനം അനേക മക്കളിലേക്ക് ഇത് പടർന്നു പോകട്ടെ. ഭിത്തികൾ തുളച്ച് ബാരിയേഴ്സ് മാറ്റി എൻ്റെ കർത്താവെ സമുദ്രത്തിൻ്റെ അങ്ങേയറ്റം വരെ അറ്റ്ലാന്റിക് കടന്ന് കർത്താവെ ഗൾഫ് ഓഫ് കഴിഞ്ഞ് മെക്സിക്കോ ഗൾഫിൽ ഉള്ള വാട്ടേഴ്സ് കഴിഞ്ഞ്
ഭൂമിയുടെ ഉപരിതലം മുഴുവനും വെള്ളം പടർന്നിരിക്കുന്നത് പോലെ നിൻ്റെ വചനം ചെന്ന് കൊള്ളട്ടെ അപ്പച്ച. നിൻ്റെ വചനം പറഞ്ഞിട്ടുണ്ട്, ആകാശം മാറിപ്പോവും, ഭൂമി മാറിപ്പോവും, എങ്കിലും എൻ്റെ വചനം മാറത്തില്ല. ആ വചനമാണ് പറയുന്നത്, നടക്കട്ടെ. അതിൻ്റെ ജോലി ചെയ്തിട്ട് തിരിച്ചു വരട്ടെ. അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.